അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേയിൽ നമ്മളൊരു ഏജൻസിയിലായിരുന്നു കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്തു. ആൻഡ് ഇതിപ്പോൾ അവർ നമ്മൾ ആദ്യം കൊണ്ടുപോയതൊരു അവിടുത്തെ ഒരു ലോക്കൽ ഏരിയയിലേക്കാണ്. അവിടെ ആണെങ്കിൽ ഈ ഹോം മെയ്ഡ് സാധനങ്ങളും ഈ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയും അവർ പണ്ട് പുരാതന തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നും അതെല്ലാം അവർ നമുക്ക് പറഞ്ഞു തന്നു. ഇതാണ് അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്ന കുറേ ഡിപ്പുകളാണ് കേട്ടോ. ആ ബ്രെഡിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അവർ തന്നു. പിന്നെ അവരുടെ തന്നെ മൊറോക്കോ ടീ ട്രൈ ചെയ്യാൻ നമുക്ക് തന്നു. ഈ ഡിപ്പ് ആക്ച്വലി എന്താ പറയുക, ഈ പീനട്ടിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഡിപ്പായിരുന്നു. പിന്നെ ഒന്ന് ഒലിവ്സ്, വേറെ എന്തോ ചട്നിയും. പിന്നെ ഇതേ ഈ ഡിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന അവർ ഈ ഒരു കല്ലിലാണ് അവർ ആ ഡിപ്പെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർ ട്രഡീഷണലി ഡിപ്പ് ഉണ്ടാക്കുന്നത് തലയിലൊക്കെ കെട്ടി അങ്ങനത്തെ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോറിനേഴ്സിന് അങ്ങനെ അവരുടെ ആ കൾച്ചറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തതാണ്. ഇങ്ങോട്ടൊക്കെ നോക്കി കറങ്ങുന്നത് ആണല്ലോ കറക്കുകാരി ശ്രുതി. ഏത് കറവക്കാരിയാ? പിന്നെ മൊറോക്കോ വന്നിട്ട് ഡെസേർട്ട് ആക്ടിവിറ്റീസ് ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് മൊറോക്കോ ട്രിപ്പല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരെയും കൂടെ ക്യാമൽ ഡെസേർട്ട് സഫാരിയും പിന്നെ ബൈക്ക് അഡ്വഞ്ചറും എടുത്തു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ പ്രോഗ്രാം ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത നല്ല രസം. അതിനുള്ള മുന്നേ ചെയ്യുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഇതൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്കാ മൊറോക്കോക്കാരൊക്കെ ചെയ്യുന്നതല്ലേ, എല്ലാം മൂടിക്കെട്ടി അത് നമുക്ക് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു ചെയ്യാനും. അങ്ങനെ അവർ ആ അപ്പച്ചൻ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പിടിച്ചു കെട്ടി എല്ലാം കവർ ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത്. അതെ, ഈ കിടക്കുന്ന ക്യാമൽസിനെ കണ്ടോ, ഇതെല്ലാം ഒന്നുമായിട്ട് കണക്റ്റഡ് ആകട്ടോ. ഇതെല്ലാം ഇവരെ ഈ വന്ന ഫോറിനേഴ്സ് എല്ലാവരും ഈ ക്യാമലിൽ കയറാൻ വന്ന, ഈ റൈഡ് എടുക്കാൻ വന്നവരാണ് ആക്ച്വലി. പക്ഷെ വെതറാണെങ്കിൽ ഭയങ്കര മോശവും ഭയങ്കര തണുപ്പും. എല്ലാവരും അതിൻ്റെ വേണ്ട ഒരു പ്രിക്കോഷൻസ് ഒന്നും എടുത്തില്ല. ജാക്കറ്റും ഒന്നും ഹാൻഡ് ഗ്ലൗസും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആക്ച്വലി. അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾക്ക് മുന്നേ ഉള്ള ട്രിപ്പിൽ ആൾക്കാർ പോയ വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതാണ് അഡ്വഞ്ചർ ബൈക്ക് റൈഡ്. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന് ക്യാമൽ സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ പോയതാണ്. ഹനുമാൻ്റെ വണ്ടി ഓടിപ്പൊക്കെ കണ്ടില്ലേ. അതിന് ശേഷം ഞാൻ മോസ്റ്റ് വെയ്റ്റഡ് ആയിട്ട് വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം, ഹോട്ട് ഹെയർ ബലൂൺ. അത് അടുത്ത ദിവസം വെളുപ്പിന് 4:30 നമ്മളിതുപോലെ ഏജൻസിയിലായിരുന്നു കൊടുത്തിരുന്നത്. അവർ നമ്മുടെ താമസിക്കുന്നിടത്ത് നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ ഒരു ബാച്ചായിട്ടായിരുന്നു. അപ്പം 6:30 ബാച്ചിലായിരുന്നു നമ്മൾ. അതായത് നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ അവരവിടെ ബലൂണിൽ എയർ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഭയങ്കര സൂപ്പറായിട്ട് ഞാൻ എല്ലാവരുടെ അടുത്ത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മസ്റ്റ് എന്താ പറയുക, ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സാധനവും ഇതിനകത്തില്ല. വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. മൊറോക്കോയിലാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഇതിനേക്കാട്ട് കുറച്ചുകൂടെ ഒരു ചീപ്പസ്റ്റ് ആയിട്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഐ മീൻ റേറ്റിനെ പറ്റിയിട്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.
Okay. But you should use your imagination. ഇങ്ങോട്ട് തിരിയണം. ഇല്ല ഇല്ലേ ഇത് കണ്ടോ, നമ്മൾ ആകാശത്ത് ക്ലൗഡ്സിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആഗ്രഹിക്കില്ലേ ഒന്ന് പറക്കാൻ വേണ്ടിയിട്ട്. ആ എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ. ഓൾമോസ്റ്റ് എല്ലാം പൊങ്ങിയല്ലേ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മനോഹരമായ കുറേ നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മൊറോക്ക ട്രിപ്പ് അവസാനിപ്പിച്ചു. ഇതിന് കലാശക്കൊട്ട കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ സെൽഫി.